നമസ്കാരം. മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്ര കോടനാട് ഐമുറിയിൽ ഐമുറി ജംഗ്ഷനിൽ നടന്ന സ്വീകരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. കൂവപ്പടി കോടനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വരവേൽപ്പ് നാട് ഉത്സവമാക്കി. കാസർഗോഡ് നിന്നും ജനുവരി 4 ആരംഭിച്ച മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഗസ് കേരള യാത്ര കോടനാട് കൂവപ്പടിയിലെത്തി. കൂവപ്പടി ഐമുറി കവലയിലായിരുന്നു സ്വീകരണ സമ്മേളനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഇന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉണ്ടോ എന്ന് പോലും സംശയിക്കുന്ന നിലയിൽ വളരെ ബഹുദൂരം നമ്മുടെ മഹിളാ കോൺഗ്രസിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, കേരളത്തിലെ സ്ത്രീകളുടെ അവസാന വാക്കായി കേരളത്തിലെ മഹിളാ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ, ജെബിയുടെ നേതൃത്വത്തിലുള്ള ടീം കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് മഹിളാ സാഹസ് യാത്രയുമായി പ്രിയപ്പെട്ട ജെബി മേത്തർ ജനുവരി മാസം 4 തീയതി മുതൽ ആരംഭിച്ച യാത്ര സെപ്റ്റംബർ 30 വരെ നീണ്ടു നിൽക്കുന്ന 9 മാസക്കാലം നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ 1500-ലധികം വരുന്ന മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റികളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഗ്രാമപ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ ജാഥയുമായി പ്രിയപ്പെട്ട ജെബി എത്തിയിട്ടുള്ളൂ. ഷീബ എൽദോ അധ്യക്ഷത വഹിച്ചു. KPCC വൈസ് പ്രസിഡന്റ് VP സജീന്ദ്രൻ, MLA എൽദോസ് കുന്നപ്പള്ളി, KPCC മൈനോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ TM സക്കീർ ഹുസൈൻ, കോടനാട് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിനി എൽദോ, കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ, നേതാക്കളായ ഷാജി സലീം, സാബു ആന്റണി, എൽദോ പാത്തിക്കൽ, UDF കൺവീനർ മുഹമ്മദ് കുഞ്ഞ്, MO ജോസ്, ബിന്ദു ഗോപാലകൃഷ്ണൻ, സാബു പാത്തിക്കൽ, സിന്ധു അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കാണാൻ വേണ്ടി നിങ്ങൾ നിൽക്കുകയാണ്. ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു യാത്രയാണ് സാഹസ് യാത്ര. എല്ലാ മണ്ഡലത്തിലും കടന്നു നിന്ന് വനിതകളെ ശക്തിപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 51% സീറ്റുകളിലും മത്സരിക്കാൻ പോകുന്ന സ്ത്രീകളാണ്. ഈ പഞ്ചായത്ത് നമ്മൾ ജയിച്ചത് സ്ത്രീകളുടെ വോട്ട് കൂടുതലുള്ളത് കൊണ്ടാണ്. ഈ പഞ്ചായത്ത് നമ്മൾ ഭരിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് കൂടുതൽ കിട്ടിയ വനിതാ പഞ്ചായത്ത് മെമ്പർമാർ നമുക്കുണ്ടായതുകൊണ്ടാണ്. ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഉദ്ഘാടകൻ മനോജ് മൂത്തേടൻ ഇരിക്കുന്നത് സ്ത്രീകളുടെ വോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ടും കൂടുതൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സ്ത്രീകൾ ജയിച്ചു വന്നതുകൊണ്ടുമാണ്. എളിയവനായി ഞാൻ 2ാം വട്ടം ജയിച്ചതും സ്ത്രീകളുടെ വോട്ട് കൂടുതൽ കിട്ടിയതുകൊണ്ടാണ്. സഹോദരിമാരെ ശക്തിപ്പെടുത്തുക, അവർ കാണുന്ന സ്വപ്നങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, അവരുടെ മക്കൾ, അവരുടെ കുടുംബം, അവരുടെ സമൂഹം, അവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകണം. കാസർഗോഡും കണ്ണൂരും വയനാടും ഇടുക്കിയും പിന്നിട്ടാണ് യാത്ര പെരുമ്പാവൂരിലെത്തിയത്. ജ്വലിക്കട്ടെ ശ്രീശക്തി, ഉണരട്ടെ കേരളം, ഭയക്കില്ല നാമിനി തെല്ലും, കരുത്തോടെ വിരൽ ചൂണ്ടും എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രവർത്തകർ ജെബി മേത്തർക്ക് പിന്നിൽ അണിനിരക്കുന്നത്. സ്ത്രീകൾക്കും പാവപ്പെട്ട മനുഷ്യർക്കുമെതിരെ നടക്കുന്ന അക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ മടിക്കുകയില്ല എന്ന് ജെബി മേത്തർ പറഞ്ഞു. കോൺഗ്രസിനെ സജ്ജമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. പക്ഷേ ഈ കൂവപ്പടി പഞ്ചായത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെ എപ്പോഴും നമ്മൾ ജയിക്കുന്ന ഒരു പഞ്ചായത്താണ്. തീർച്ചയായും 20 വാർഡിൽ ഇപ്പോൾ 11 ആണ് കോൺഗ്രസ് മെമ്പർമാരുള്ള. പക്ഷേ ഇതിനേക്കാളും ഒക്കെ വലിയ മുന്നേറ്റം തീർച്ചയായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സാധിക്കും. എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാർ മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വാർഡിൽ, നമ്മുടെ പ്രദേശത്ത് കോൺഗ്രസിന്റെ UDFന്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കണം എന്നുകൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ MP ആയിട്ടാണ് നിൽക്കുന്നതെങ്കിലും 2010-ലും 15-ലും 20-ലും ആലുവ നഗരസഭയിലെ 22-ാം വാർഡിൽ നിങ്ങൾ പലരെയും പോലെ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച ഒരു വൈസ് ചെയർപേഴ്സണായി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കൂടി പറയുകയാണ്, നമ്മൾക്കാണ് വീടുകളിലേക്ക് കടന്നു ചെന്ന് പറയുവാനുള്ള സാഹചര്യം, സ്ത്രീകൾക്കാണ് അടുക്കള വരെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം. CPMന്റെയും BJPയുടെയും വനിതാ നേതാക്കന്മാർ വീടുകളിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവരോട് ജനം ചോദിക്കാൻ പോകുന്നത്, ഞങ്ങൾ റേഷൻ കടയിൽ പോയപ്പോൾ സാധനങ്ങൾ ഉണ്ടായില്ലല്ലോ, ഞങ്ങൾക്ക് പെൻഷൻ ലഭിച്ചില്ലല്ലോ, ഇവിടെ എന്തോ ഒരു കൊലപാതകങ്ങളാണ് നടക്കുന്നത്, ക്യാമ്പസുകളിൽ റാഗിംഗ് ആണ്, ഹോസ്റ്റലുകളിൽ കഞ്ചാവാണ്, കേരളത്തിൽ മദ്യവും
മയക്കുമരുന്നിൻ്റെയും കേന്ദ്രമായിരിക്കണേ. അതൊക്കെയാണ് അവർ ചെല്ലുമ്പോൾ കേണ്ടത്. നമുക്ക് ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ആവശ്യകതയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ നമുക്കാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ സാധിക്കുന്നത്. കേരളത്തെ ലഹരിയുടെ കേന്ദ്രമാക്കി മാറ്റാൻ സമ്മതിക്കുകയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. 162 ദിവസങ്ങളിലൂടെ യാത്ര പൂർത്തിയാകും. 1474 മണ്ഡലങ്ങളിലും 944 പഞ്ചായത്തുകളിലും 86 മുനിസിപ്പാലിറ്റികളിലും 6 കോർപ്പറേഷനുകളിലും മഹിളാ സാഹസ് കേരള യാത്ര കടന്നു ചെല്ലും. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ, എറണാകുളം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് സുനില സിബി, അഡ്മിനിസ്ട്രേറ്റീവ് വിംഗ് ജനറൽ സെക്രട്ടറി ജയലക്ഷ്മി ദത്തൻ, സംസ്ഥാന ട്രഷറർ പ്രേമ അനിൽകുമാർ, ജനറൽ സെക്രട്ടറിമാരായ ഷീബ രാമചന്ദ്രൻ, സൈബ താജുദ്ദീൻ, സംസ്ഥാന സെക്രട്ടറിമാരായ വിജയമ്മ ബാബു, രാജലക്ഷ്മി, പെരുമ്പാവൂർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അനു അബീഷ്, കുറുപ്പമ്പടി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് JB സാജു, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സിന്ധു ടീച്ചർ, മുന്താസ് ടീച്ചർ, ജില്ലാ ഭാരവാഹികളായ മോളി തോമസ്, രാജി സുമേഷ് തുടങ്ങിയവർ മേഖലയിലെ പര്യടനത്തിന് നേതൃത്വം വഹിച്ചു. കോൺഗ്രസാണു ഭാരതത്തിൻ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. കോൺഗ്രസാണു ഭാരതത്തിൽ മധ്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. വാനിലുയര കൊടിയുയർത്തി സത്യത്തിൻ കരുത്തുമായി സമരഭൂവിൽ ധീരരായി നമ്മളൊത്തു നീങ്ങിടും. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.